സിജോയും സായിയും വമ്പൻ പ്ലാനിങ്ങുകളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വമ്പൻ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്ലാനിങ് അനുസരിച്ച് വേണം ബിഗ് ബോസ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവാൻ എന്നുള്ളതാണ് രണ്ടുപേരുടെയും തീരുമാനം. അപ്പൊ 11ാം ആഴ്ചയിലെ ക്യാപ്റ്റൻ ആരാവണം, ആരൊക്കെ നിർത്തണം എന്നുള്ള കാര്യത്തിലൊക്കെ മുൻകൂട്ടി അവിടെ തീരുമാനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് സിജോയും സായിയും. വമ്പൻ പ്ലാനിങ്ങുകളാണല്ലോ. അപ്പൊ അവരുടെ തീരുമാനത്തിൽ അവിടെ നന്ദനയെ സംരക്ഷിക്കുക എന്നൊരു കാര്യം വരുന്നുണ്ട്. അതുകൊണ്ട് 11ാം ആഴ്ചയിലെ ക്യാപ്റ്റൻസിയിലേക്ക് നന്ദനയെ വീണ്ടും നോമിനേറ്റ് ചെയ്യണം. അപ്പോഴാണ് ജിൻഡോയ്ക്ക് താല്പര്യമുണ്ട് നോമിനേഷനിൽ വരാൻ എന്ന് പറഞ്ഞത്. അപ്പൊ ജിൻഡോയെ നിർത്താം. അപ്പൊ അർജുന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു താല്പര്യമുണ്ടോ എന്ന്. അപ്പൊ അർജുൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അർജുൻ, ജിൻഡോ, നന്ദന ഇവര് 3 പേരെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്ത് ഇവരിൽ ആരെങ്കിലും ഒരാൾ അവിടെ ക്യാപ്റ്റൻ ആകണം എന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം. അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ അവർ തുടങ്ങി വെച്ചിരുന്നു. എന്തായാലും ബിഗ് ബോസ് ഒരു മണ്ടനല്ലാത്തതുകൊണ്ട് ബിഗ് ബോസ് ഇവരുടെ പ്ലാനുകളെല്ലാം തന്നെ തിരിച്ചു മറിച്ചൊക്കെ കൊടുക്കാറുണ്ട്. എന്തായാലും ഇവർ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ല. ബിഗ് ബോസ് അവിടെ കയറി കളിച്ചു. ബിഗ് ബോസ് ഇന്ന് നടത്തിയത് നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. അവിടെ നടത്തിയിരുന്ന റാങ്കിങ് ടാസ്കിൽ സാധാരണ 1ാം സ്ഥാനത്ത് എത്തുന്നവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുന്ന പരിപാടി അവിടെ ബിഗ് ബോസിനുണ്ട്. നിലവിൽ എല്ലായ്പ്പോഴും ഉള്ള കാര്യം തന്നെയാണ്. ഇത്തവണ ബിഗ് ബോസ് 1ാം സ്ഥാനം കിട്ടിയ ആൾക്ക് ഒറ്റയടിക്ക്, അത് മുൻകൂട്ടി പറഞ്ഞില്ല എന്നുള്ളതാണ് രസം. മുൻകൂട്ടി പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ക്യാപ്റ്റൻ ആവാൻ താല്പര്യമുള്ള ആള് എന്തായാലും ആ 1ാം സ്ഥാനത്തേക്ക് വന്ന് നിന്നേനെ. അത് ഒന്നല്ലെങ്കിൽ ജിൻഡോനെയോ നന്ദനയെയോ അർജുനെയോ അവർ പിടിച്ചു നിർത്തുമായിരുന്നു. അതിൽ യാതൊരു സംശയവും ഇല്ല. ഇവിടെ ബിഗ് ബോസ് അത് മുൻകൂട്ടി പറഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ ബിഗ് ബോസിന്റെ ഗെയിം എന്ന് പറയുന്നത്. അവിടെ 1ാം സ്ഥാനത്ത് അഭിഷേക് എത്തിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെയും റാങ്കുകൾ ഫിക്സ് ആയതിനു ശേഷം മാത്രമാണ് ബിഗ് ബോസ് പറഞ്ഞത് ഇനി ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, 1ാം സ്ഥാനത്ത് വന്നു നിൽക്കുന്ന ആൾക്ക് ഒരു സമ്മാനമുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ നോറ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതാണ് ഇത്ര വലിയ കാര്യമെന്ന്. അപ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത് 1ാം സ്ഥാനത്ത് എത്തിയ ആളാണ് 11ാം ആഴ്ചയിലെ ക്യാപ്റ്റൻ എന്ന്. മൊത്തത്തിൽ പെട്ടുപോയത് എനിക്ക് തോന്നുന്നു സിജോയും സായിയാണെന്ന്. അവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ വെള്ളത്തിലാക്കി കൊടുത്തു. 8ന്റെ പണിയാണ് ബിഗ് ബോസ് കൊടുത്തത്.